ദില്ലി മദ്യനയ കേസിൽ അരവിന്ദ് കേജ്രിവാളിന് ജാമ്യം. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സിബി ചേരുന്നു. സിബി, എന്തൊക്കെയാണ് കേസിന്റെ വിശദാംശങ്ങൾ? ഷമി, ഇപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്ത് അതോടൊപ്പം തന്നെ ജസ്റ്റിസ് ഉജ്ജയ് ഭോയാൻ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ ഈ CBI കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയിരിക്കുന്നത്. നേരത്തെ ED കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കെജ്രിവാളിന് ജയിലിൽ നിന്നും പുറത്തിറങ്ങാനാകും. എന്തായാലും രണ്ട് ജസ്റ്റിസുമാരും ജാമ്യം നൽകുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നെങ്കിലും ഭിന്ന വിധിയാണ് ഇവർ നൽകിയിട്ടുള്ളത്. ഇതിൽ ഈ CBIയുടെ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഇന്നിപ്പോൾ വിധി പറഞ്ഞത്. ഇതിൽ CBIയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന കാര്യത്തിൽ അത് അംഗീകരിക്കാനാകില്ലെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. പക്ഷേ ഈ ജാമ്യത്തിന്റെ കാര്യത്തിൽ അടിസ്ഥാനപരമായ തത്വം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. ആ ഒരു അടിസ്ഥാനത്തിലാണ് കെജ്രിവാളിന് ജാമ്യം നൽകുന്നതായി ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര അറിയിച്ചത്. അതോടൊപ്പം തന്നെ ജസ്റ്റിസ് ഉജ്ജൽ ഭോയാനും ഈ വിധി പറയുമ്പോൾ ഇത്തരത്തിൽ ജാമ്യം നൽകുന്നതായി അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇതിൽ ചില ചോദ്യങ്ങൾ ഇവർ ചോദിക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ അറസ്റ്റിൽ നിയമവിരുദ്ധതയുണ്ടോ, അല്ലെങ്കിൽ ഈ കെജ്രിവാളിന് സ്ഥിരം ജാമ്യം അനുവദിക്കണോ, അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ജാമ്യം നൽകാൻ കഴിയുമോ അടക്കമുള്ള കാര്യങ്ങളായിരുന്നു പ്രധാനമായും സുപ്രീം കോടതി പരിശോധിച്ചത്. എന്തായാലും ഈ കെജ്രിവാളിന് ജാമ്യം നൽകി കഴിഞ്ഞാൽ അത് തെളിവ് നശിപ്പിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട വാദമാണ് CBI അടക്കം ഈ കോടതി ഉയർത്തിയത്. പക്ഷേ ഇത് വളരെ കാലമായി കെജ്രിവാളിനെ ജയിലടച്ചിരിക്കുന്നു. മാത്രമല്ല ഇതുവരെയും കൃത്യമായ തെളിവ് ഹാജരാക്കിയിട്ടില്ല എന്നും ഇത്തരത്തിൽ കെജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല ED കേസിൽ നേരത്തെ അറസ്റ്റ് ചെയ്യുകയും ED കേസിൽ സുപ്രീം കോടതിയെ സമീപിച്ച് അവിടെ ജാമ്യം ലഭിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ജയിലിലെത്തി CBI അറസ്റ്റ് ചെയ്തത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതായിരുന്നു പ്രധാനമായും കെജ്രിവാളിന്റെ വാദം. എന്തായാലും ഈ വാദം അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഡിവിഷൻ ബെഞ്ച് കെജ്രിവാളിന് ജാമ്യം നൽകിയിരിക്കുന്നു. സിബിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.